ദശകം 76 ഉദ്ധവദൂത്യം. ഉദ്ധവദൂത്യം എന്നാണ് തലക്കെട്ടെങ്കിലും ഭഗവാന്റെ സാന്ദീപനിയിൽ പോയുള്ള വിദ്യാഭ്യാസം ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയും. ഭഗവാന് ഒന്നും പഠിക്കാനില്ല. എന്തുകൊണ്ട്? ജ്ഞാനസ്വരൂപനാണ്. സാന്ദ്ര ആനന്ദ അവബോധ ആത്മകനാണ്. ജ്ഞാനവും ആനന്ദവും ഇടമുറിയാതെ തിങ്ങി പ്രവഹിക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ. ഒന്നും പഠിക്കാനില്ല. പക്ഷെ മനുഷ്യനായി ജനിച്ചു. അപ്പോൾ ആചാരങ്ങളെ അനുഷ്ഠിക്കണം. അങ്ങനെ ആദ്യം ഗർഗമഹർഷിയെ കണ്ട് ഉപനയനമെല്ലാം കഴിഞ്ഞു. വസുദേവർക്ക് ഗർഗമഹർഷി തന്നെ പഠിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല, ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് സാന്ദീപനിയിലുള്ള ആചാര്യനാണ്, അങ്ങോട്ടയച്ചു. അങ്ങനെയാണ് ഗത്വാ സാന്ദീപനിമഥ. അങ്ങനെ സാധാരണ കുട്ടികൾ ഗുരുകുലത്തിലേക്ക് പോകുന്നത് പോലെ സാന്ദീപനിയുടെ ആശ്രമത്തിലേക്ക് പോയി. രഥത്തിലൊന്നും പോയില്ല. രഥത്തിൽ എവിടെയെങ്കിലും കൊണ്ട് വിട്ടിട്ടുണ്ടാവും അടുത്തായിട്ട്. പിന്നെ വിറകെടുത്തുകൊണ്ട്, അതാണ് ഗുരുകുലത്തിലേക്ക് പോകുന്നതായ സമയത്ത് എന്തെങ്കിലും ഗുരുവിന് കൊടുക്കണം എന്നുള്ളതാണ്. അതിലേറ്റവും ആവശ്യമായിട്ടുള്ളത് വിറകാണ്. അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വിറക് എടുത്തുകൊണ്ട് രണ്ടുപേരും കൂടി പോയി. ഗുരുവിനെയും ഗുരുപത്നിയെയും വന്ദിച്ചു. അങ്ങനെ ആ ഗുരുകുലത്തിൽ ചതുഷ്ഷഷ്ടി മാത്രൈ അഹോവിഹി 64 ദിവസങ്ങൾ. ആ 64 ദിവസം ഈ ഭഗവാൻ മുസലിയുടെ കൂടെ, മുസലമുള്ളവൻ മുസലി, ബലരാമൻ, സർവജ്ഞസ്ത്വം സഹമുസലിന, എല്ലാം അറിയുന്ന ഭഗവാൻ, എല്ലാ ജ്ഞാനവും പ്രദാനം ചെയ്യുന്ന ഭഗവാൻ തൻ്റെ ജ്യേഷ്ഠനായ ബലരാമനോടുകൂടി സർവവിദ്യാഗൃഹീത്വ, സകല വിദ്യകളും നേടിയെന്നർത്ഥം. വിദ്യകൾ 18 പറയുക. ആ 18 വിദ്യകളും ഈ ദിവസത്തിനുള്ളിൽ കഴിയുന്നതാണ് പറയുന്നത്. 4 വേദങ്ങൾ, മീമാംസ, ന്യായം, ധർമ്മശാസ്ത്രം, പുരാണം, വേദാംഗങ്ങൾ, ആയുർവേദം, ഗാന്ധർവവേദം, അർത്ഥശാസ്ത്രം മുതലായ വേദാംഗങ്ങൾ, ഇങ്ങനെ 18. വേദങ്ങൾ എല്ലാവർക്കും അറിയാം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അഥർവവേദത്തിന് അഥർവണവേദം എന്നും പറയും. വേദാംഗങ്ങൾ 6. ശിക്ഷ, വ്യാകരണം, ഛന്ദശാസ്ത്രം, നിരുക്തം, ജ്യോതിഷം, കൽപ്പം. ഇതാണ് വേദാംഗങ്ങൾ. ശിക്ഷ, എങ്ങനെയാണ് വായിക്കേണ്ടത്, അതാണ് ശിക്ഷ. വ്യാകരണം, അതിൻ്റെ ഗ്രാമർ തന്നെ. ഛന്ദശാസ്ത്രം, പോയട്രി, പദ്യങ്ങൾ ഉണ്ടാക്കുന്നത്
ഛന്ദശാസ്ത്രം. നിരുക്തം, അതെങ്ങനെയാണ് ഓരോ വാക്കും ഉണ്ടായത്. ജ്യോതിഷവും ഇതിൽപ്പെട്ടതാണ്. ഗോളങ്ങൾ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്. ആകാശത്തിലുള്ള എല്ലാ ഗോളങ്ങളും, പ്രത്യേകിച്ച് നവഗ്രഹങ്ങൾ, ഇന്നിപ്പോൾ അത് 10 ഗ്രഹങ്ങളാണെന്ന് പറയുന്നുണ്ട്. ആ ഗ്രഹങ്ങൾ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു. വാസ്തവത്തിൽ ആ ഗ്രഹങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ല. ആ ഗ്രഹങ്ങൾ നമുക്ക് എന്താണ് അനുഭവിക്കാനുള്ളത് എന്ന് കാണിച്ചു തരികയാണ്. കൽപ്പം, യാഗാദികൾ നടത്തുന്നതിനാണ് കൽപ്പം എന്ന് പറയുന്നത്. അങ്ങനെ 6 വേദാംഗങ്ങൾ. പിന്നെ മീമാംസ, ന്യായം, ധർമ്മശാസ്ത്രം, പുരാണം. എല്ലാ പുരാണങ്ങളും കൂടി ഒന്നിച്ച് പുരാണം. അങ്ങനെ 4 അങ്ങനെ 4ഉം 6ഉം 10ഉം 4ഉം 14 ഉപവേദങ്ങളായിട്ട് ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം, അർത്ഥശാസ്ത്രം. ആ വേദങ്ങളിൽ തന്നെ ഉള്ളതാണത്. അങ്ങനെ 4 14 4 18. ഈ 18 വിദ്യകളും ഭഗവാന് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. ഗർഗമഹർഷി പറയേ വേണ്ടു, എല്ലാം ഗ്രഹിക്കുകയാണ്. അതിൻ്റെ കൂടെ ബലരാമനും അത്യാവശ്യം കുചേലനും മുതലായിട്ടുള്ള ആൾക്കാർക്കത് സ്വീകരിക്കാൻ സാധിച്ചു എന്നർത്ഥം. ഇത് മാത്രമാണോ? അല്ല. ഈ വിദ്യകളോടൊപ്പം തന്നെ 64 കലകളും പഠിച്ചു എന്നാണ് പറയുന്നത്. 64 കലകൾ, വളരെ വിശിഷ്ടങ്ങളായിട്ടുള്ള കലകളാണ്. ഗീതം, വാദ്യം, നൃത്യം മുതലായത്. അങ്ങനെ ഈ ലോകത്തിൽ എന്തെല്ലാം വേണോ അതെല്ലാം കലകളായി. കിടക്ക വിരിക്കുന്ന പോലും ഒരു കലയാണ്. അതാണ് കിടപ്പുമുറി അലങ്കരിക്കുന്നത് ഒരു കലയാണ്. അറുപത്തിനാല് കലകൾ. 64ൻ്റെയും അറിയാൻ നമുക്ക് പേര്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ശരീരത്തിൽ തിരുമുന്ന പോലൊരു കലയാണെന്നാണ് തിരുമുന്നത്. ആ 64 കലകളും ഈ വേദങ്ങളോടും വേദാംഗങ്ങളോടും ഉപവേദങ്ങളോടും പുരാണങ്ങളോടും ധർമ്മശാസ്ത്രങ്ങളോടും കൂടി ഭഗവാൻ 64 ദിവസം കൊണ്ട് പഠിച്ചു. 64 എന്ന് പറയാൻ കാരണം 64 കലകൾ. അപ്പോൾ പകലൊക്കെ ആ വിദ്യകൾ, വേദങ്ങൾ പഠിക്കുന്നുണ്ടാവാം. വൈകുന്നേരത്തെ കുറച്ച് സമയം ഈ കലകൾ പഠിപ്പിക്കുന്നുണ്ടാവും. അങ്ങനെ 64 ദിവസം കൊണ്ടും കലകൾ പഠിച്ചു. സർവവിദ്യാഗൃഹീത്വ, എല്ലാ വിദ്യകളും മനസ്സിലാക്കി നേടിയിട്ട് ഒടുവിൽ ഗുരുവിനോട് നമസ്കരിച്ചു പറഞ്ഞു, ഗുരു, ഞങ്ങൾ എന്ത് ദക്ഷിണയാണ് അങ്ങേക്ക് തരേണ്ടത്? ഗുരുവിന് നല്ലോണം അറിയാം. ഒന്ന് ആ ബ്രഹ്മം തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത്, മറ്റേത് ആ ബ്രഹ്മത്തിന് ആധാരമായി നിൽക്കുന്ന ആദിശേഷൻ നല്ലവണ്ണം അറിയാം. അവർക്ക് എന്ത് ചെയ്യാൻ കഴിവുണ്ട് എന്നറിയാം. അങ്ങനെ പത്നിയോട് പോയി ചോദിച്ചു. പത്നി പറഞ്ഞു, നമ്മുടെ മരിച്ചുപോയ ആ പുത്രനെ ഒന്ന് കിട്ടിയാൽ നന്നായിരുന്നു. പുത്രം നഷ്ടം. പ്രഭാസതീർത്ഥത്തിൽ കുളിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽപ്പെട്ട് മുങ്ങിപ്പോയതായ ആ പുത്രനെ
എവിടെയാണിപ്പോൾ ഉള്ളത് അറിയില്ല. ഭഗവാൻ സമുദ്രതീരത്ത് പോയി വരുണനെ ധ്യാനിച്ചു. വരുണൻ വന്നു. എൻ്റെ ഗുരുവിൻ്റെ സാന്ദീപനി മഹർഷിയുടെ പുത്രൻ ഇവിടെ വീണ് മുങ്ങി മരിച്ചിട്ടുണ്ട്. എവിടെയാണിപ്പോൾ ആ പുത്രൻ? എനിക്കറിയില്ല. ഇവിടെ പഞ്ചജനൻ എന്ന് പേരായ ഒരു രാക്ഷസനുണ്ട് ഈ ഇവിടെ. അവനോ മറ്റോ വിഴുങ്ങിയോ അറിയില്ല. അങ്ങനെ പഞ്ചജനെ കണ്ടുപിടിച്ച് അവനെ അടിച്ചു കൊന്ന് അവൻ്റെ ആ ശരീരത്തിൻ്റെ കൂടിനെടുത്താണ് പാഞ്ചജന്യം. ആ പാഞ്ചജന്യം എടുത്ത് യമനിലയത്തിലേക്ക് പോവാണ്. യമനിലയനാൽ ആ യമൻ്റെ അടുത്ത് പോയിട്ട് യമനോട് പറഞ്ഞു, ഹേ ദേവാ, അങ്ങ് എൻ്റെ ഗുരുവിൻ്റെ പുത്രനെ കൊണ്ടുവരണം. ഗുരുപുത്രമിഹ ആനീത. ഇപ്പം ഗുരുപുത്രനെ ഇവിടെ കൊണ്ടുവരൂ. നിജ കർമ്മ നിബന്ധനം, അതും ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അവൻ്റെ പൂർവകർമ്മത്തിനനുസരിച്ച് അവൻ മരിച്ചതാണ്. എന്നാലും ഇതെൻ്റെ ആജ്ഞയാണ്. മത്ശാസന പുരസ്കൃത, എൻ്റെ ശാസനമാണെന്ന് മനസ്സിലാക്കി ആനയസ്വ മഹാരാജ, അവനെ കൊണ്ടുവരൂ. അങ്ങനെ ആ ജീവാത്മാവിനെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചു. യമനിലേനാ ആഹൃതം, അവിടുന്ന് സ്വീകരിച്ച് ബലരാമനും കൂടെയുണ്ട്. കൃഷ്ണനും ബലരാമനും ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്ന്, എന്താ അവൻ്റെ പേര്? പുനർദത്തൻ. പുനർദത്തൻ്റെ അർത്ഥം പിന്നീട് നൽകപ്പെട്ടവൻ. ഇതാണ്. ഇപ്പോൾ ആ പുനർദത്തനെ തൻ്റെ പിതാവിന് കൊടുക്കുകയാണ്. പുനർദത്തൻ ദക്ഷിണാർത്ഥം ദത്വാ തസ്മൈ, ദക്ഷിണയായിട്ട് ഗുരുവിന് കൊടുത്തു. അപ്പോൾ ഭഗവാനുണ്ട്, ബലരാമനുണ്ട്. സുദാമാവിനും ഒന്നും കൊടുക്കാൻ കഴിവില്ല. അപ്പം അയാളെ കൂടെ നിർത്തിയെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്, ഭാഗവതം പറയുന്നില്ല. അങ്ങനെ 3 പേരും കൂടി നമസ്കരിച്ച് ആ കുട്ടിയെ കൊടുത്തു. ദക്ഷിണാർത്ഥം ദത്വാ തസ്മൈ, അദ്ദേഹത്തിന് കൊടുത്തു. നിജപുരമഗാഹ, അവിടുന്ന് തൻ്റെ പുരത്തിലേക്ക് മധുരാപുരിയിലേക്ക് വന്നു. നാദയൻ പാഞ്ചജന്യം, പഞ്ചജന്യൻ്റെ ആ ശരീരമാകുന്ന അതിനെ ഒരു ശംഖു പോലെ ആക്കി എടുത്ത് അത് ഊതിക്കൊണ്ടാണ് മധുരാപുരിയിലേക്ക് ഭഗവാൻ വരുന്നത്. ഭഗവാന്റെ ലീലകൾ എത്രയാണ് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ആ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എത്രത്തോളം അദ്ദേഹത്തിനെ സ്തുതിക്കാനുള്ള മന്ത്രങ്ങളുണ്ടോ ആ മന്ത്രങ്ങൾ ജപിക്കുക. അതേ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഗായത്രി മന്ത്രം അത് സൂര്യനുള്ളതാണെന്നാണ് പറയുന്നത്. അതെല്ലാം ഈ ബ്രഹ്മമാകുന്ന ഭഗവാനാണ്. ബ്രഹ്മം വിവിധ നാമരൂപങ്ങളിൽ നിൽക്കുന്നതാണ് എല്ലാ ദേവന്മാരും. അപ്പോൾ അത് മനസ്സിലാക്കി എല്ലാ മന്ത്രങ്ങളും ഭഗവാന് പൂജയ്ക്കുള്ളതാണ്.